പ്രിയപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ക്യൂബൻ വിമോചന പ്രവർത്തനങ്ങളുടെ നായക സ്ഥാനത്തെത്തി ഏറെ കഴിഞ്ഞാണ് ഫിദൽ കാസ്ട്രോ കമ്മ്യൂണിസ്റ്റ് ആകുന്നത്. സാർവലൗകിക സാമ്യവാദം അതിന്റെ സിദ്ധാന്ത സങ്കീർണതയ്ക്കുള്ളിൽ ഉൾക്കൊള്ളുന്നത് സാമാന്യ വിവേകം തന്നെയാണല്ലോ എന്ന് അപ്പോഴദ്ദേഹം അത്ഭുതം കൂറുന്നുമുണ്ട്. ഓരോ ചൂഷണ വ്യവസ്ഥയും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടുതന്നെ അധികാര ശക്തികളെ ചെറുക്കുന്ന പ്രതിബോധവും സൃഷ്ടിക്കുന്നുണ്ട് എന്നത് സ്വാഭാവിക നിയമമാണ്. താത്വികമായ ജ്ഞാനബോധ്യങ്ങൾ അതിനെ പിൽക്കാലം പ്രബലപ്പെടുത്തുന്നു. തൃശൂർ ജില്ലയിലെ പ്രശസ്ത ഗ്രാമമായ പുന്നിയൂർക്കുളത്തെ സഖാവ് മാമുക്ക എന്ന VP മുഹമ്മദ് കമ്മ്യൂണിസ്റ്റുകാരനാവുന്നത് മാർക്സിസം ലെനിനിസം എന്ന ചിന്താപദ്ധതികളോടുള്ള സൈദ്ധാന്തിക ആഭിമുഖ്യം കൊണ്ടൊന്നുമല്ല. ജനിച്ചു വളർന്ന കാലവും ചുറ്റുപാടുകളും നൽകിയ ജീവിതാനുഭവങ്ങൾ തന്നെ അന്ന് നിലനിന്ന സാമൂഹ്യ നീതി സങ്കല്പങ്ങൾ പൊളിച്ചെഴുതപ്പെടേണ്ടവയാണെന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ക്രൗര്യങ്ങൾ, ജന്മി നാടുവാഴിത്ത ജീർണമൂല്യങ്ങളിൽ പുതഞ്ഞ സാമൂഹ്യ ബന്ധങ്ങൾ, മതയാഥാസ്ഥിതികതയുടെ ഇരുട്ടു നിറഞ്ഞ കുടുംബാന്തരീക്ഷം, ഇവയ്ക്കെതിരെയുള്ള പ്രായോഗികമായ പോരാട്ടത്തിലൂടെ തുടങ്ങി അജിരേണ കമ്മ്യൂണിസ്റ്റ് ലോകവീക്ഷണത്തെ നെഞ്ചേറ്റുകയും ഒരു ഭൂപ്രദേശത്തിന്റെ മുഴുവൻ നേതൃബിംബമായി തീരുകയും ചെയ്ത സഖാവ് മാമുക്ക വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ പിഞ്ഞിപ്പോയ ഇഴകൾ ചേർത്ത് ഓർമ്മകളുടെ ഒരു ചുവന്ന ആകാശം വീണ്ടെടുക്കുന്നു. എത്ര ക്ലാസ് വരെ പോയിട്ടുണ്ടാവും? അത് കുറച്ചധികം പോയി. ക്ലാസ് എത്തിയ സംശയം അതിന്റെ മുമ്പ് നിർത്തി. പിന്നെ പഠിപ്പ് നിർത്തിയിട്ട് പിന്നെ എന്തെങ്കിലും ജോലിയൊക്കെ പോയാ? ജോലിക്കൊന്നുമില്ല. നമുക്ക് കൊപ്പയുടെ ബിസിനസ്സൊക്കെ ഉണ്ട്. മുമ്പ് എൻ്റെ ഫുൾവായിട്ടില്ലാണ് കൊപ്പര വയ്ക്കുക, അത് കൊടുക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കില്ലായിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം ഇപ്പം ബാക്കിയില്ലായിരുന്നു. സഖാവ് മാമുക്ക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വരുന്ന കാലഘട്ടം മതന്യൂനപക്ഷങ്ങൾ പെട്ട ആളുകൾ പാർട്ടിയിൽ വരാൻ മടിച്ചു നിൽക്കുന്ന കാലത്ത് പാർട്ടിയിൽ പ്രവർത്തകനാവുകയും പാർട്ടിയുടെ സമുന്നത നേതാവായി പാർട്ടി കെട്ടിപ്പടുക്കുവാൻ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയ സഖാവാണ് മാമുക്ക. ഈ പ്രദേശത്തെ വടക്കേക്കാട്, പുന്നിയൂർക്കുളം, അതുപോലെ തന്നെ പുന്നിയൂർ ഭാഗങ്ങളിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്താൻ കഴിയില്ല. അത്രമാത്രം പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സഖാവാണ് സഖാവ് മാമുക്ക. ഇപ്പോഴും സഖാവ് ഈ വാർദ്ധക്യ സഹജമായ അസുഖം ആണെങ്കിലും തീരെ സുഖമില്ല എങ്കിലും പ്രസ്ഥാനത്തിനോട് ഇപ്പോഴും പ്രസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയും ചെയ്യുകയും സഖാക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഏറ്റവും ഒരേമാതിരി സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾ എന്നുള്ളതാണ്. അത് അങ്ങനെ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള മാതിരി. അതായത് അങ്ങനെയാണ് അവരുടെ ജീവിതം. എന്താ വെച്ചാൽ ഈ കൊപ്പരയുടെ കച്ചവടമൊക്കെയുള്ള കാലങ്ങളിലാണ് കൃഷി. അപ്പം അതിലൊക്കെ കൂടി വരുമ്പോൾ എല്ലാ ആളുകളും താഴെ കിടയുള്ള ആളുകളായിട്ട് ഏറും ബന്ധങ്ങൾ. അപ്പം ചാടി ഇറങ്ങാച്ചാൽ കാര്യമായിട്ടുള്ളത് പറയും, തെറ്റായിട്ടുള്ളതാണെന്ന് വെച്ചെങ്കിൽ അത് ഇങ്ങനെയാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെയൊക്കെയല്ലേ, അങ്ങനെയല്ലേ ഇപ്പോൾ എല്ലാവർക്കും സാധിക്കുള്ളൂ. അദ്ദേഹം തികച്ചും ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിന് നേരിട്ട് കൃഷി ചെയ്യുന്ന, പുഞ്ചകൃഷി ചെയ്യുന്ന ഒരുപാട് കോൾനിലങ്ങളുണ്ട്. അതെല്ലാം പോയി കൃഷി ചെയ്യുന്ന ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിനിടയിലും അദ്ദേഹം കൃഷി ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായ അദ്ദേഹത്തോട് ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു.
പുന്നിയൂർക്കുളത്തെ പൂളന്താക്കൽ എന്ന പ്രമാണി മുസ്ലിം കുടുംബത്തിലെ ചേക്കു മുസ്ലിയാരുടെ മൂത്ത മകനായിരുന്നു മുഹമ്മദ്. പാരമ്പര്യമായി കർഷകരായിരുന്നു പൂളന്താക്കൽ കുടുംബം. കൊപ്ര ബിസിനസ്സും ഉണ്ടായിരുന്നു. പ്രതാപികളായ നായർ മുസ്ലിം ഭൂവുടമകളും കീഴാളരായ പാട്ടക്കൃഷിക്കാരും ഭൂരിപക്ഷം അന്യജരായ കർഷക തൊഴിലാളികളും അടങ്ങുന്ന പുന്നിയൂർക്കുളത്തെ അന്നത്തെ ഗ്രാമജീവിതം ഫ്യൂഡൽ ചൂഷണത്തിന്റെയും ജാതി വിവേചനത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതം നിറഞ്ഞതായിരുന്നു. പ്രൈമറിയിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച മുഹമ്മദ് ചെറുപ്പത്തിലെ കൃഷിയിലും കച്ചവടത്തിലും പിതാവിന്റെ സഹായിയായി. ഇത് സ്വന്തം നാടിന്റെയും നാട്ടുകാരുടെയും ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാൻ ഇദ്ദേഹത്തിന് വഴിയൊരുക്കി. തേങ്ങാമോഷണം ആരോപിച്ച് കുടികിടപ്പുകാരന്റെ മകൻ ഊട്ടുമഠം മയമുവിനെ ഭൂവുടമ തെങ്ങിൽ കെട്ടിയിട്ട് അപമാനിച്ച സംഭവത്തിൽ മുഹമ്മദ് നേരിട്ട് ഇടപെടുക തന്നെ ചെയ്തു. ഗ്രാമജീവിതത്തിലെ അധികാര ബന്ധങ്ങളെ അത് പിടിച്ചുലച്ചു. സഖാവ് ഇമ്പിച്ചി ബാവയടക്കമുള്ള നേതാക്കളെ അത് പുന്നിയൂർക്കുളത്തെത്തിക്കുകയും ചെയ്തു. എന്തോ ഒരു മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അത് കെട്ടിയിട്ട് അപ്പോൾ ഞങ്ങളോട് കേസായിട്ട് അവനോട് കൊടുപ്പിച്ച് അതിൻ്റെ ഒറ്റപ്പാണ്ടാക്കി കഴിച്ചു. ആ വിഷയത്തിൽ ആരൊക്കെ ഇടപെട്ടത്? ഭർത്താവായിട്ടില്ല തന്നെ. പിന്നെ അവിടുത്തെ പ്രധാന ആൾക്കാരൊക്കെ കുട്ടികളന്ന് തെരഞ്ഞുകൂടിയതാണ്. എന്നിട്ട് അവർ എല്ലാം വിളിച്ച് വന്നാലും മുതലാളിമാരൊക്കെ വന്നാലും ഞാൻ ഒറ്റക്കായി. അപ്പം അങ്ങനെ എന്നെ വിളിച്ചോണ്ടെങ്കിലായിട്ട് തെങ്ങുമ്പോഴേക്കിട്ടാണ്. എന്നിട്ട് സാധാരണ പറഞ്ഞായിട്ട് കൗത്തിന് ബാല കെട്ടി അങ്ങനെ ഉണ്ടാക്കിയതാ. അങ്ങനെ ഇണ്ടിച്ചാന്ന് വന്നത്. ഇണ്ടിച്ചാന്ന് പറഞ്ഞിട്ടില്ല. ഇണ്ടിച്ചാ അന്നായിട്ട് സംഗീതമൊക്കെ ചോദിച്ചാൽ എൻ്റെ സംഗീതമൊക്കെ പറഞ്ഞു തരുന്നു എല്ലാ കാര്യങ്ങളും. ആ 10 മിനിറ്റും പറഞ്ഞായിട്ട് അങ്ങനെ നിന്നിട്ട് പോയത്. അങ്ങനെ അന്നാണ് പാർട്ടിയത്. EMS-നെ നായനാരിലേക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റല്ലേ നമ്മുടെ വീട്ടിലെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നിട്ടുണ്ട്. EMS വന്നിട്ടുണ്ട്, HH വന്നിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് മാമിക്കൊക്കെ നേരെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായോ? ആർക്കും കാര്യം ചൂടായിട്ടില്ല. കാരണം ഈ അന്ന് അടിയന്തരാവസ്ഥ നടത്തുന്നവർക്ക് അത് സ്വാധീനമില്ല. ഞങ്ങളത്ര സ്വാധീനം അവർക്കില്ല. അപ്പം എന്തെങ്കിലും വേണ്ടിയൊക്കെ എങ്ങനെ രീതിയായിരുന്നു. ഒരു നമ്മളിപ്പോൾ കാൽമാക്സിന് ലൈനൊന്നും കണ്ടല്ല കമ്മ്യൂണിസ്റ്റിലേക്ക് വന്നത്. ഞങ്ങളുടെ ഗുരു മാമുക്കയാണ്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് ചിലപ്പോൾ ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പോലും നമ്മുടെ കൂടെ വരുന്ന അങ്ങനത്തെ ഒരാൾ കുഞ്ഞുർക്കുളത്ത് മാമുക്ക് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എനിക്ക് ഏത് കാലത്തും പോലീസ് സ്റ്റേഷനിൽ വളരെ സ്വാധീനം. രാഷ്ട്രീയത്തിലേക്കാണ് പോലീസ് സ്റ്റേഷനിൽ. അതെന്താ കാര്യം കിട്ടുന്ന മനസ്സിലല്ല. ചിലപ്പോൾ അങ്ങനെ തന്നെ ആലോചിച്ചു പോലീസ് സ്റ്റേഷനിലൊക്കെ എത്ര സ്വാധീനം. അതിൻ്റെ കാര്യം തന്നെ പുള്ളി അദ്ദേഹത്തിൻ്റെ അതൊരു ഗ്രാമീണ ശൈലിയുണ്ട്. വളരെ സ്നേഹത്തിൽ ഇടാൻ നിൽക്കുന്നവനെ ഇടാൻ നിൽക്കുക. അത് വലിയൊരു ഉദ്യോഗസ്ഥനാണെങ്കിലും പറയും. എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ഒരു കുന്നോളം CIയുടെ മുമ്പ് SIയുടെ CIയുടെ മുമ്പ് ആയിട്ട് ഞങ്ങൾ ഇതേപോലെ ഒരു ഒത്തുതീർപ്പ് ഞാനുണ്ട്, ഗോപാലേട്ടുണ്ട്, മാമുക്കാരുണ്ട് ഈ ഭാഗത്തായിട്ട്. പുള്ളി പോലീസുകാരുമല്ല തനത് ശൈലിയിൽ കാര്യങ്ങൾ തുറന്നു പറയും. അതെനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്കും ഇപ്പോൾ ഒരു ചുരുക്കി പറയാൻ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഒരു ചെറിയ രീതിയിൽ സമ്മേനം ഉണ്ടെങ്കിൽ പോലും ചില ഘട്ടത്തിൽ എനിക്കത് തോന്നും. നമ്മൾ പാർട്ടിയിൽ കൂടുതൽ ഇപ്പോൾ സംസ്ഥാന തലത്തിലേക്കുള്ളൊരു നേതാവൊന്നും ആയില്ലല്ലോ മാമുക്ക. അങ്ങനെ ഒരു വിഷമമുണ്ടോ? വളരെ ഞാൻ കൂട്ടാക്കാൻ പല പ്രാവശ്യം അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ട് ആളുകൾ. ക്ഷമിച്ചുകൊണ്ട് പിന്നെ കുറച്ച് ദിവസമൊക്കെ പോകും. പിന്നെ പറ്റില്ല. മെച്ചപ്പെട്ടൊരു കുടുംബത്തിലാണ് നമുക്ക് ജനിച്ചതും വളർന്നതും. പക്ഷേ ആ നിലനിന്നിരുന്ന ആ വ്യവസ്ഥയോട് ഒരു റിബൽ ആയിട്ടാണ് നമുക്ക് എക്കാലത്തും നിന്നിട്ടുള്ളത്. പലപ്പോഴും കേട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉണ്ട്. നമുക്കപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും പുസ്തകം വായിച്ച് പഠിച്ച് അങ്ങനെ ഒരു താത്വികനോ ഒരു പ്രാസംഗികനോ ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ഒരു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും കാണുന്ന പോലെ ഒരു വൃത്തിയും വെടിപ്പുള്ള വസ്ത്രം പോലും ധരിച്ചിട്ടല്ല നമുക്ക് പലപ്പോഴും പൊതുജനമധ്യത്തിൽ വരുന്നത്. ആ മില്ലിൽ ഇരിക്കുമ്പോഴാണ് ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടാൽ ആ പാട് അങ്ങോട്ട് എണീറ്റ് 8 പോവുക എന്നതായിരുന്നു.
പുന്നയൂർക്കുളത്തെയും പരിസര ഗ്രാമങ്ങളിലെയും പൊതുപ്രശ്നങ്ങളിലൊക്കെ മുഹമ്മദിന്റെ നീതിബോധം സാധാരണക്കാരനോടൊപ്പം നിന്നു. ജാതിയും മതവും കക്ഷിബന്ധങ്ങളും അതിന് തടസ്സമായില്ല. എന്നും അധികാരത്തിന്റെ മർദ്ദന സംവിധാനവും പൗരജീവിതത്തിലെ പേടി സ്വപ്നവുമായ പോലീസ് സ്റ്റേഷനുകളിൽ പീഡിതന്റെ പ്രതിരോധമായി മാമുക്ക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടന ബന്ധങ്ങൾ അത്രയ്ക്കൊന്നും പ്രബലമല്ലാതിരുന്ന പുന്നയൂർക്കുളം മേഖലയെ ഇടതുപക്ഷത്തേക്ക് എത്തിച്ചത് സഖാവ് മാമുക്കയുടെ അപ്രതിരോധ്യമായ പൊതുസമ്മതി തന്നെയായിരുന്നു. കർഷകരല്ല, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികമായിട്ട് മോശമല്ല കാര്യം. പണ്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും നടക്കും. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെച്ചതാണ്. ഞങ്ങൾക്ക് വേറെ സഹായം വേണ്ട. കുറച്ചിനൊക്കെ സൗകര്യ കുടുംബത്തിൽ തന്നെ ഉണ്ട്. പിന്നെ എപ്പോഴെന്ന് വെച്ചാൽ വെറുതെ തല്ലാതെ മാത്രമേ ഉള്ളൂ. എന്നാലും ദേഷ്യമൊക്കെ പിടിച്ചിട്ട് ഇനി മേലിൽ ഈ പകർച്ചക്കാൻ പറ്റില്ല. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അത്ര ഒരു ഇതൊന്നുമില്ല. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ പഞ്ചായത്തിനെ കുറിച്ചും പഞ്ചായത്തിലെ മൊത്തം എല്ലാ പ്രദേശത്തെയും ഓരോ ജനങ്ങളെക്കുറിച്ചും ആ ജനങ്ങളുടെ ഓരോ സ്ഥലത്തുള്ള വീടുകളെ ഓരോ മുക്കും മൂലയും ഇത്രയും തറവായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് ഒരു സ്വന്തം ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കഴിവ് അത് അപാരമായിരുന്നു. മൂപ്പര് എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയിലും അകത്തുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്കുണ്ടായിട്ടില്ല, മൂപ്പർക്കുണ്ടായി. ഇവിടെ ആൽത്തറ ഒരു കറ്റുണ്ടായി. അപ്പോൾ അവിടെ നോട്ടീസ് കൊടുത്തിട്ടിട്ട് അതെടുത്ത് വായിച്ച് അങ്ങനെ കീറിയിട്ട് അങ്ങനെ എടുത്ത് അത് കണ്ടപ്പോൾ കോൺഗ്രസ്സുകാർക്ക് സഹിച്ചില്ല. അപ്പോൾ അവർ പോലീസിനൊക്കെ വരുത്തി പിടിപ്പിച്ച് മൂപ്പര ഇത് കോളറൊക്കെ ഒന്ന് പിടിച്ച് പൊന്തിച്ച് നോക്കി. പിന്നെ അങ്ങനെ കുന്നോളത്തേക്ക് കൊണ്ടുപോയി. ആ കുന്നോളം പോയിട്ട് അവിടുന്ന് പിന്നെ രാത്രി 11-12 മണിയായ കുളം പറയും പാലത്ത് അവിടെ ആചരമാണ്. എന്താ പറയുക, മനുഷ്യന്മാരുടെ കഷ്ടപ്പാടുകളൊന്നും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. അത് എന്തുണ്ടാവും, എന്നും ഉണ്ടാവില്ല. അതുപോലെ ഉണ്ടാവും. സമ്പൂർണമായിട്ടും ഇതൊന്നും മാറില്ലൊന്നും അതുണ്ടാവില്ല. നമ്മൾ വിചാരിക്കും. CPIM ഒരു വലിയ ശക്തിയല്ലാതിരുന്ന കാലത്ത് അദ്ദേഹം അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരു സഖാവാണ്. എളിമയായി നിന്ന് പ്രവർത്തിച്ച ഒരു സഖാവാണ്. പ്രധാനമായും കുടിയടപ്പ് സമരമാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. കുടിയടപ്പ് സമരത്തിലാണ് പങ്കെടുത്തിരുന്നത്. അവിടെ ഈ പുന്നയൂർക്കുളത്തുണ്ടായിരുന്ന ഈ ഭൂ ഉടമകൾക്ക് എതിരായി കുടിയടപ്പുകാരെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ അദ്ദേഹം വന്നിരുന്നു. കൃഷിക്കാരുടെ സംഘത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംഘടനാ രംഗത്ത് കാര്യമായി പ്രവർത്തിച്ചിരുന്നത്. മറ്റു പല രംഗത്തും പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കൃഷിക്കാരുടെ സംഘടനാ രംഗത്ത് നിന്നുള്ള പ്രവർത്തിച്ചു. അവരുടെ അന്ന് നിലനിന്നിരുന്ന വിവിധ ആവശ്യകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്നു. പാട്ടം ഇളവ് ചെയ്യുന്നതിന് വേണ്ടിയും പാട്ടബാക്കി റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്നത്തെ സമരത്തിലും പോരാട്ടത്തിലും അദ്ദേഹം മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുക. മാത്രമല്ല, പൊന്നാനി കോടതിയിൽ കേസ് നടത്തുന്നതിന് വേണ്ടി പുന്നയൂർക്കുളം ഭാഗത്തെ, പ്രത്യേകിച്ച് പുന്നയൂർക്കുളം ഭാഗത്തെ കൃഷിക്കാർക്ക് വേണ്ടി അവിടെ കോടതിയിൽ പോവുകയും അവിടെ വക്കീലുമായി കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ വക്കീലുണ്ട്, വക്കീലുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. കർഷക സംഘം പ്രവർത്തകനായിരുന്ന മാമുക്ക പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായി. 1979 മുതൽ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായി. പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി. കനോലി കനാലിന് കുറുകെ ചലിക്കുന്ന പാലം, പൊതുശ്മശാനം, ഭവന പദ്ധതി തുടങ്ങി
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു കാലത്ത് വിഭാവനം ചെയ്യാൻ കൂടി സാധ്യമല്ലായിരുന്ന പദ്ധതികൾ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നടപ്പിലായി. 87-ാം വയസ്സിൽ മനസ്സും ശരീരവും പ്രക്ഷീണമാണെങ്കിലും സഖാവ് മാമുക്ക പുതുകാല പ്രവർത്തകർക്ക് ആവേശം പകരുന്ന കർമ്മധീരനായ സാന്നിധ്യമാകുന്നു. പാർട്ടിൻ്റെ ആവേശം ഒരു കാര്യത്തിലും അങ്ങനെ അവർ ഉപേക്ഷിച്ചിട്ടില്ല. ശരിയാണെന്ന് തോന്നിയാൽ അവർ എന്നോട് പറയും, ഞാനൊക്കെ ചെയ്തു കൊടുത്തുണ്ട്. അവരമ്മ പറഞ്ഞിട്ടുണ്ട്, അവരമ്മക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, EMS ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പഞ്ചായത്തിൽ പിന്നെ നമ്മൾ ആദ്യം ഭരിക്കാനേ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പിന്നെ പദവി വന്നു. അപ്പം ഞാൻ തന്നെ ആരും ഉപേക്ഷിക്കാറില്ല, ഞാൻ ആരും വേണ്ട. മാമുക്ക അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പഞ്ചായത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? റോഡുകളൊക്കെ വേണ്ട വിധം ഉണ്ടായിരുന്ന, കറണ്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും? കുറച്ച് മുഴുവൻ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അത് കുറേയൊക്കെ ചെയ്യാനും പറ്റിയിരുന്നു. ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അംഗീകാരമുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ മറ്റുള്ള ആളുകളോടൊരു വേർതിരിവ് കാണിച്ചിട്ടുള്ള ആളല്ല. കോൺഗ്രസ് ആവട്ടെ, ലീഗ് ആവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, അദ്ദേഹത്തിന് അടുത്തു വരുന്ന ഏത് പ്രശ്നങ്ങളിലും അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടിരുന്നു. പുന്നയൂർകുളത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലയളവിലെല്ലാം ആറ്റുപുറത്തെ മാമുക്കയുടെ വീട് എന്ന് പറഞ്ഞാൽ ഒരു സത്രം പോലെയായിരുന്നു. എല്ലാവർക്കും ഏത് നിമിഷവും കടന്നു ചെല്ലാവുന്ന ഒരിടം, ആർക്കും തൻ്റെ പരാതികൾ പറയാവുന്ന ഒരിടം. അത്രമാത്രം ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹം. പഞ്ചായത്ത് ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കൂടുതലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടി വന്നിരുന്നല്ലോ. അത് കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സേവനം തികച്ചും തൃപ്തികരമായിരുന്നു. ആർക്കും തന്നെ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസത്തിന് ഇടകൊടുക്കുന്ന രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്ഥിതി, നിലപാട്. അതുപോലെ തന്നെ അവിടെ നാട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിൽ, പ്രത്യേകിച്ചും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു വലിയ പങ്കാണ് അദ്ദേഹം നിർവഹിച്ചിരുന്നത്. VP മാമുക്ക ഇടപെടാത്ത വിഷയങ്ങൾ അവിടെ ഉണ്ടാകില്ല. അങ്ങനെയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയൂ. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയും, നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഞാൻ പറയുന്നതാണല്ലോ സത്യം എന്നങ്ങനെ പറയുന്നത്. ആ ഒരു നിലപാടാണ് മാമുക്ക എടുത്തിരുന്നത്. എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. അതെനിക്ക് ഒന്ന് സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ടില്ല. കുറച്ചിപ്പോൾ കളിയാക്കും. ഇപ്പം കാശിൽ ചികിത്സ തന്നെ ആകുമ്പോൾ അതിനെ പറഞ്ഞിട്ടൊന്ന് കളിയാക്കുന്നല്ലാതെ അത് എന്നെ എടുത്തെന്ന് വയ്ക്കില്ല. പ്രത്യേകത ഈ ബാങ്കിൻ്റെ പല പരിപാടികളും ഉള്ള സമയത്തൊക്കെ ഏറ്റവും പ്രയോറിറ്റി അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിരുന്നു. ഉദാഹരണമായിട്ട് ഇവിടെ ഈ ബാങ്കിൻ്റെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം, അതിൻ്റെ ഉദ്ഘാടനം അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയായിരുന്നു. CN ബാലകൃഷ്ണൻ്റെ അറബിൽ പല നേതാക്കളും വന്നിരുന്നു. പക്ഷെ അതിൻ്റെ ആദ്യത്തെ ചടങ്ങ് ഈ ബാങ്കിൻ്റെ മുമ്പിൽ പതാക ഉയർത്തലാണ്. ഏറ്റവും നല്ലൊരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിന് ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ കാരണം അദ്ദേഹം ഈ ബാങ്കിൻ്റെ സീനിയർ മെമ്പറും ഇതിൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടി ശ്രമിച്ച ഒരാളും, പ്രത്യേകിച്ച് ഞാൻ ഒരു വിഭിന്ന രാഷ്ട്രീയക്കാരനാണെങ്കിൽ കൂടി ഇതിൻ്റെ മറ്റേ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം സഹകരിച്ച ഒരു വ്യക്തിയാണ്. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും സ്മാരകങ്ങളെ ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളീയ സമൂഹവും രാഷ്ട്രീയവും കടന്നുപോയ പരിണാമസന്ധികൾക്കൊക്കെ സഖാവ് മാമുക്ക തൻ്റെ ചെറിയ ഗ്രാമത്തിലിരുന്ന് സാക്ഷിയായി. ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായ തിരിച്ചടികളും
കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ നേരിട്ട തകർച്ചകളും പക്ഷേ ഈ കർഷകന്റെ നൈതിക ബോധ്യങ്ങളെ കെടുത്തിക്കളഞ്ഞില്ല. വരും കാലത്തിന് പകരാൻ അതിപ്പോഴും ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്.